എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 13-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ ഗദോന്മർദ്ദേ തസ്മിംസ്തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാദ് ഭൂമൗ ഝടിതി പതിതായാമഹഃ ഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. തസ്മിൻ ഗദോന്മർദ്ദേ, ആ ഗദായുദ്ധത്തിൽ, തവ ഗദായാം ഖലു ദിദിഭുവ, അങ്ങയുടെ ഗദ ആ അസുരൻ്റെ, ഗദാഘാതാദ് ജഡിതി ഭൂമൗ പതിതായാം, ഗദ കൊണ്ടുള്ള അടിയേറ്റ് പെട്ടെന്ന് ഭൂമിയിൽ പതിച്ചപ്പോൾ. അഹഹ ഭോ, അയ്യയ്യോ, എന്തൊരാശ്ചര്യം അല്ലേ. മൃദുസ്മേരാ സജ ത്വം, അങ്ങ് മൃദുവായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട്. ധനുജകുല നിർമൂലന ചണം, അസുരകുലത്തെ ഉന്മൂലനം ചെയ്യാൻ പേരുകേട്ട മഹാചക്രം സ്മൃത്വ, മഹത്തായ സുദർശന ചക്രത്തെ ധ്യാനിച്ചു വരുത്തി. കരഭുവി ദധാന രുരുചിഷേ, അതിനെ തൃക്കൈയിലേന്തിക്കൊണ്ട് അങ്ങ് വിളങ്ങി. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ആ ഗദായുദ്ധ മധ്യത്തിൽ അസുരൻ്റെ ശക്തമായ ഗദാപ്രഹരമേറ്റ് അങ്ങയുടെ ഗദ പെട്ടെന്ന് താഴെ വീണപ്പോൾ മന്ദഹാസം ചൊരിയുന്ന മുഖത്തോടു കൂടിയ ഭഗവാൻ അസുരവംശോന്മൂലനത്തിന് ശക്തമായതെന്ന് പ്രസിദ്ധമായ സുദർശന ചക്രം കയ്യിലെടുത്ത് പ്രശോഭിച്ചു. ഹേ ഭഗവാനെ, എന്തൊരാശ്ചര്യം! ഹരേ കൃഷ്ണ.